ടോപ്പിക് എന്ന് പറയുന്നത് നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റാണ്. അത് ഏതൊരു ഡിസ്ട്രിബ്യൂഷനും വാലിഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ അറിയാവുന്ന കേസിലും അറിയാത്ത കേസിലുമാണ്. ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ അറിയാവുന്ന കേസാണെങ്കിൽ അതിനകത്ത് നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഡിസൈൻ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഓഫ് നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് സൈൻ ടെസ്റ്റ് ഫോർ മീഡിയനും രണ്ടാമത്തേത് ടെസ്റ്റ് ഫോർ ആർബിട്രറി ട്രെൻഡുമാണ്. അപ്പോൾ സൈൻ ടെസ്റ്റ് ഫോർ മീഡിയൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മീഡിയൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ എടുക്കുകയാണ്. ഒരു 8 റേഡിയോസ് 2 റൂമിലായിട്ട് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു റൂമിനകത്ത് എയർ കണ്ടീഷണർ ഇല്ല, മറ്റു റൂമിനകത്ത് എയർ കണ്ടീഷണർ ഉണ്ട്. അപ്പം ഇത് രണ്ടും ഒരേ ടൈം പീരീഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമിലത്തതും കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമിലത്തതും തമ്മിലുള്ള എറേഴ്സ് മൈനസ് ചെയ്ത ഡാറ്റയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് 2 ടെസ്റ്റ് ഹൈപ്പോത്തിസിസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് മീഡിയൻ = 0 ആയിട്ട് എടുക്കുന്നത്, അതായത് ഇവിടെ എയർ കണ്ടീഷണറിന് നോ എഫക്റ്റാണ്, അതായത് അവിടെ ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല. രണ്ടാമത് എടുക്കുന്നത് μ>0 എന്ന് പറയുന്നതാണ്, അതായത് അവിടെ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ളത് എറർ ഹൈ ആയിരിക്കും. ഇവിടെ നമ്മളൊരു സിഗ്നിഫിക്കൻറ്റ് ലെവൽ ചൂസ് ചെയ്യുന്നത്, അതായത് പ്രോബിലിറ്റി ചൂസ് ചെയ്യുന്നത് α = 5% ആണ്. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് എടുത്തു. അത് ഡിനോട്ട് ചെയ്യുന്നത് കണ്ടീഷനിൽ നോ എഫക്റ്റ് എന്നാണ്. അത് ഞങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയിട്ടുള്ള μ>0 ഡിനോട്ട് ചെയ്യുന്നത് വിത്തൗട്ട് എയർ കണ്ടീഷണറിൻ്റെ എറർ ഹൈ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ തന്നിട്ടുള്ള ഡാറ്റയിൽ പോസിറ്റീവ് നെഗറ്റീവ് സൈൻസ് ഏതെല്ലാമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ സീറോസിന് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആകത്തിൽ പോസിറ്റീവ് ഡാറ്റാസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, അതായത് 6. അത് വെച്ചിട്ട് നമ്മൾ പ്രോബിലിറ്റി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് പ്രോബിലിറ്റി വരുന്നത് 1.56% കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ 1.56 എന്ന് പറയുന്നത് വാല്യൂ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ള വാല്യൂവിനെക്കാട്ടും ഒരുപാട് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്ത നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ്, അതായത് μ>0 എന്ന് പറയുന്നതാണ് ഇവിടെ ട്രൂ ആയിട്ട് എടുക്കേണ്ടത്. അപ്പം അവിടെ അൺകണ്ടീഷൻഡ് റൂമിലുള്ള എറർ ആയിരിക്കും ഹൈ. അതുകൊണ്ട് അവിടെ ഒരു എയർ കണ്ടീഷണറിൻ്റെ ഇൻസ്റ്റാളേഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടെസ്റ്റ് ഫോർ ആർബിട്രറി ട്രെൻഡാണ്. ഇതൊരു എക്സാമ്പിൾ വെച്ച് തന്നെയാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് വയറിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പം അത് വെച്ചിട്ട് ലെങ്ത്ത് മെഷർ ചെയ്തിട്ടുള്ള 5 റീഡിങ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ഡാറ്റ ആയിട്ട്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുക്കുന്നത് അവിടെ നോ ട്രെൻഡ് ആണ്. അപ്പം നോ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനിന് ലോങ്ങർ ആയിട്ടുള്ളതും ഷോർട്ടർ ആയിട്ടുള്ളതുമായിട്ടുള്ള പീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല. രണ്ടാമത്തെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ട്രെൻഡാണ്. അപ്പം അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങർ പീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി. അത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോസിഷൻ്റെ നമ്പർ കൗണ്ട് ചെയ്യാന്ന് വേണ്ടത്. ട്രാൻസ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നിട്ടുള്ള ഈ ഡാറ്റ ഓർഡർ വെച്ച് നോക്കുമ്പോൾ എത്ര പ്രാവശ്യമാണ് ലാർജർ വാല്യൂ ഒരു ചെറിയ വാല്യൂവിനെക്കാട്ടി മുമ്പേ വരുന്നത്, അതായത് വലിയ വാല്യൂ ചെറിയ വാല്യൂവിനെക്കാട്ടി മുമ്പേ എത്ര പ്രാവശ്യം വരുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഫസ്റ്റത്തെ നമ്പർ എടുത്ത് 29 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 29-നെക്കാട്ടിയും ചെറിയ വാല്യൂ 28. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്പോസിഷൻ വന്നു. അടുത്ത 31 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 31-നെക്കാട്ടിയും ചെറിയ വാല്യൂ 28-ഉം 30-ഉം. അപ്പോൾ അവിടെ 2 ട്രാൻസ്പോസിഷൻ വന്നു. നെക്സ്റ്റ് 28 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 വാല്യൂസും 28-നെക്കാട്ടിയും ഗ്രേറ്ററാണ്. നെക്സ്റ്റ് 30-ഉം 32-ഉം രണ്ടും വരുന്നത് ലാർജർ ആയിട്ടുള്ള തന്നെയാണ്. അതുകൊണ്ട് അവിടെ ട്രാൻസ്പോസിഷൻ ഇല്ല. ടോട്ടൽ ട്രാൻസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 3 ആയിരിക്കും 1+2 എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിട്ട് എടുക്കുന്നത്, അതായത് നോ ട്രെൻഡായിട്ട് എടുക്കുന്ന ഹൈപ്പോത്തിസിസ്. അപ്പം നമുക്ക് എന്താക്കാം, ഈ ഓർഡർ ഏത് ഓർഡറിലും ആവാം. കാരണം അസെൻഡിങ് ഓർഡറിൽ വരുമ്പോഴാണ് പോസിറ്റീവ് ട്രെൻഡ് വരിക.
അപ്പം ഇത് അവിടെ നോട്ട് ട്രെൻഡ് ആകുമ്പം അറേഞ്ച്മെൻറ്റ് ഏത് രീതിക്ക് വേണമെങ്കിലും ആവാം. അപ്പം ഈ 5 വാല്യൂസിൻ്റെ പോസിബിൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 5 ഫാക്ടോറിയലാണ്. അപ്പോൾ അത് 120 നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ അവിടെ ട്രെൻഡ് ഇല്ലെങ്കിൽ ഓരോന്നിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/20 ആയിരിക്കും. അപ്പോൾ ഈ പെർമ്യൂട്ടേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ട്രാൻസ്പോസിഷനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. അതായത് ട്രാൻസ്പോസിഷൻ 0 ആവുന്ന കേസിൽ, 1 ആവുന്ന കേസിൽ, 2 ആവുന്ന കേസിൽ, 3 ആവുന്ന കേസിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഈ 3 ട്രാൻസ്പോസിഷൻസിനുള്ള പ്രോബബിലിറ്റി നമുക്കിങ്ങനെ ഇതിൻ്റെ സമ്മായിട്ട് എഴുതാം, 4 സമ്മായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് 24% കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ലെവൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു 5%. ആ ലെവലിനെക്കാട്ടിയും ഒരുപാട് കൂടുതലാണ് നമുക്ക് കിട്ടി 24% വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ റിസൾട്ട് ഈ നൾ ഹൈപ്പോത്തസിസിൻ്റെ അണ്ടറിൽ അൺയൂഷ്വൽ അല്ല. അതുകൊണ്ട് നമ്മളെ ഈ ഡാറ്റ എന്ന് പറയുന്നത് റാൻഡം ആവാം. കാരണം ഈ 0 ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇത് റാൻഡമായിട്ട് അറേഞ്ച് ചെയ്യാമെന്നാണ്. അതായത് അസെൻഡിങ് ഓർഡറോ പോസിറ്റീവ് ട്രെൻഡ് അങ്ങനെ വേണ്ട. കാരണം ഹൈപ്പോത്തസിസിൻ്റെ മീനിങ് തന്നെ അതാണ്. അതായത് ലോങ്ങർ ആയിട്ടുള്ളതോ ഷോർട്ടർ ആയിട്ടുള്ള പീസ് പ്രൊഡ്യൂസ് ചെയ്യണ്ട എന്നുള്ളതാണ് നോട്ട് ട്രെൻഡ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. അതുകൊണ്ട് നൾ ഹൈപ്പോത്തസിസ് അണ്ടറിൽ സാറ്റിസ്ഫൈഡ് ആണ്.